ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ഫുഡീസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെസിപ്പി ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ 1 കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഏലക്കയും നെയ്യും, പിന്നെ വറുത്തെടുക്കാനായിട്ടുള്ള എണ്ണയും 1 നുള്ളു ഉപ്പ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഏലക്കയൊക്കെ ഇതിൽ തന്നെ ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പഞ്ചസാരേനെ ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി നമുക്ക്. പിന്നെ ഈ സ്നാക്ക് വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബേസിക്കായിട്ട് ഇതിൽ മൈദയും ഷുഗർ സിറപ്പും മാത്രം മതി. ഷുഗർ സിറപ്പിൽ മൈദ കുഴയ്ക്കുന്നു, എന്നിട്ട് പരത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചുട്ടെടുക്കുന്നു. അതാണ് ബേസിക്കലി ഇതിൻ്റെ മെത്തേഡ്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് തണുത്ത് നമുക്ക് പാകമാകുമ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ ഏലക്കയുടെ ഈ തൊലിയും ഈ കുരുവൊക്കെ നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റാം. ഏലക്ക ഞാനിതിൽ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഇട്ടതാണ്, പക്ഷെ നമ്മൾ കുഴച്ചെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് പരത്താനുള്ളതാണ്. അപ്പോൾ ഇത് കുരു അതിൽ കിടന്ന് നമുക്ക് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനതിൻ്റെ കുരുക്കളൊക്കെ എടുത്ത് മാറ്റിയത്. ഇതിലേക്ക് ഞാനിനി 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഴയ്ക്കുന്നതിന് മുന്നേ. ഇനി നമുക്ക് ഇതിപ്പോൾ ഒരു ഇളം ചൂടേ ഉള്ളൂ. ഇതിലേക്ക് കുറേശ്ശെ മൈദ ഇട്ടിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് നെയ്യും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ട് കുഴച്ചെടുക്കാം. നമുക്കിതിനെ ഇനി കുറച്ചായിട്ട് മിക്സ് ചെയ്യാം. നമ്മളെടുത്ത പഞ്ചസാരയുടെ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ആദ്യം 1 കപ്പ് മൈദ എടുത്തത് ഇത്രയും ബാക്കിയുണ്ട്. എന്നാലും നമുക്കിപ്പോൾ ഇനിയും കുറച്ചുകൂടി ചേർക്കാൻ പറ്റും ഇതിൽ. അതുപോലെ നോക്കിയിട്ട് ചേർത്താൽ മതി. നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ ഡോ പോലെ ടൈറ്റായിട്ടുള്ളൊരു ഡോ ആണ് നമുക്കിപ്പോൾ വേണ്ടത്. നമ്മുടെ ഡോ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഡോ ആയിരിക്കും. ഇങ്ങനെ പറിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് കൈവച്ച് നീടിക്കാം. ഇനി ഞാനിതിനെ ഒരു 4 ഹാഫ് ആക്കാൻ പോവാണ്. ഇനി ഇതിനെ നമുക്കൊരു ബോളാക്കി എടുക്കാം. അപ്പം നമ്മൾ ആ ഡോനെ ഓൾമോസ്റ്റ് 4 ഈക്വൽ സൈസസ് ആയിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് ഒരു ബോൾ എടുക്കാം. ഇനി അതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ തേച്ചിട്ടുണ്ട്. ഞാനിതിനെ നേർത്ത ഒരു തടിച്ച ചപ്പാത്തിയുടെ പരുവത്തിൽ പരത്തിയെടുക്കാൻ പോവാണ്. ഇങ്ങനെ നമ്മൾ 4 ബോളും ഇതുപോലെ പരത്തിയെടുക്കും. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ടെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ ആ 4 ബോളിനെയും പരത്തിയിട്ട് മേലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ നെയ്യൊന്ന് തടവിയിട്ട് ഒന്നുകൂടെ പരത്തിയെടുക്കാൻ പോവാണ്. നമ്മൾ സ്നാക്സ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊരു
ലെയർ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ്. ഒരു പഫി ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിനെ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിതിനെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം, ഈ ഓരോ പീസസിനെയും. നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് തീ. അത് ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. തീ അധികം കൂടിയാൽ വേഗം ബ്രൗൺ ആയി പോവും. അതല്ല, തീ തീരെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഫ്ലാറ്റ് ആയി പോവും, പൊങ്ങില്ല, ഉള്ളൊന്ന് പഫി ആവില്ല. ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇത് രണ്ട് ഭാഗവും ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിനെ എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.